പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. ഇന്ന് ജൂൺ 25 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. T20 ഇന്റർനാഷണലിലെ ഹാട്രിക് നേടുന്ന ആദ്യത്തെ ഇംഗ്ലണ്ട് ബൗളർ, അതേപോലെ ജാവലിൻ മിസൈൽ, ഇതേത് രാജ്യത്തിൻ്റെയാണ്? ഇത്തരത്തിലുള്ള ഓരോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയും തോറും അത് നമ്മുടെ കോമ്പറ്റീഷനിൽ നമുക്ക് കറണ്ട് അഫേഴ്സിൽ എപ്പോഴും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ജേഡിസ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നാക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടാനുള്ള പ്രമേയം ഏത് തീയതിയിലാണ് നിയമസഭ ഏകകണ്ഠമായി അംഗീകരിച്ചത്? 24 ജൂൺ 2024. കേരളം എന്ന പേര് ഇതിനു മുമ്പ് കറണ്ട് അഫേഴ്സിൽ വന്നിട്ടുള്ള ഒന്നായിരുന്നു. അതായത് കേരള എന്നത് കേരളം എന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രമേയം പാസ്സാക്കിയിട്ടുള്ള കാര്യം. ജൂൺ 24 ഇന്നലെ വീണ്ടും കേരളത്തിൻ്റെ സ്റ്റേറ്റ് അസംബ്ലി, സംസ്ഥാന അസംബ്ലി ഈ ഒരു പ്രമേയം ഏകകണ്ഠമായിട്ട് അംഗീകരിച്ചു. പ്രതിപക്ഷവും അതുപോലെ തന്നെ ഭരണപക്ഷവും ഏകകണ്ഠമായിട്ട് എടുത്തിട്ടുള്ള ഒരു പ്രമേയമാണ്, പാസ്സാക്കിയിട്ടുള്ള പ്രമേയമാണ് കേരള എന്നത് കേരളം എന്നാക്കുന്നതിന് വേണ്ടിയുള്ള പ്രമേയം. രണ്ടാമത്തെ പ്രാവശ്യമാണ് അസംബ്ലി ഇത്തരത്തിലുള്ള ഒരു പ്രമേയം പാസ്സാക്കുന്നത്. ഇതിനു മുമ്പത്തെ ഈ പ്രമേയം പാസ്സാക്കിയെങ്കിലും അതിൽ ചില ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും ഇത് പാസ്സാക്കുന്നത്. ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ആണ് ഈ റെസൊല്യൂഷൻ മൂവ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ ജാവലിൻ മിസൈലുകളുടെ സഹനിർമ്മാണത്തെക്കുറിച്ച് ഇന്ത്യ ഏത് രാജ്യവുമായി ചർച്ച ചെയ്തു? അമേരിക്ക. അമേരിക്കയുടെ ഒരു മിസൈൽ ആണ് ജാവലിൻ മിസൈൽ. ഇപ്പോൾ ഇന്ത്യ ആ ഒരു മിസൈൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചർച്ചയാണ് നടന്നിട്ടുള്ളത്. അത് അമേരിക്കയുമായിട്ടാണ്. അമേരിക്കയുടെ മിസൈൽ ആണ് ജാവലിൻ. ഇന്ത്യ നിർമ്മിക്കുക എന്ന US-ഉം ഇന്ത്യയും തമ്മിലുള്ള ഒരു ഡിസ്കഷൻ ആണ് നടന്നിട്ടുള്ളത്. അതായത് കോ പ്രൊഡക്ഷൻ, ഒരുമിച്ച് നിന്നുകൊണ്ട് അമേരിക്കയുടെ ജാവലിൻ മിസൈൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കാര്യം, അത് ഇന്ത്യൻ മിലിറ്ററിക്ക് വേണ്ടിയുള്ള ഒന്നാണ്. ഇതിനു മുമ്പും അമേരിക്ക ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശമായിട്ട് ഇന്ത്യയെ സമീപിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴാണ് ഇന്ത്യ വീണ്ടും ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത് അമേരിക്കയിലുള്ള ജാവലിൻ മിസൈൽ ഇന്ത്യ നിർമ്മിക്കുന്ന കാര്യം. ജാവലിൻ മിസൈൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതും 2 അമേരിക്കൻ കമ്പനീസ് ആണ്. ഒന്ന് അമേരിക്കൻ ഡിഫൻസ് മേജേഴ്സ് ആയിട്ടുള്ള റേത്തിയോണും ലോക്ക്ഹീഡ് മാർട്ടിൻ. ഈ 2 കമ്പനികളും അമേരിക്കയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഡിഫൻസ് കമ്പനീസ് ആണ്. ജാവലിൻ മിസൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഷോൾഡറിൽ വെച്ച് ഫയർ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള മിസൈൽ ആണ്. ഇത്തരത്തിലുള്ള മിസൈൽ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. അത് ഇഗ്ലയാണ്, റഷ്യയുടെ മിസൈൽ ആയിട്ടുള്ള ഇഗ്ല. ഈ അടുത്ത് ഇന്ത്യ വീണ്ടും റഷ്യയോട് ഇഗ്ല മിസൈൽസ് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യയുമായിട്ടുള്ള കരാറിൽ റഷ്യ ഇഗ്ല മിസൈൽസ് ഇന്ത്യക്ക് നൽകുന്നുമുണ്ട്. കൂടാതെയാണ് ഇപ്പോൾ ഇന്ത്യ ജാവലിൻ മിസൈൽ എന്ന് പറയുന്ന ഈ ഒരു മിസൈൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള അടുത്തൊരു നീക്കം. ഈ ഒരു മിസൈലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയർ ലോഞ്ച് സ്ഥലത്ത് നിന്ന് മാറി വേറൊരു ലെവലിലേക്ക് ടാർഗറ്റ് ലക്ഷ്യത്തിലേക്ക് പോവുക. കാരണം എന്ന് പറഞ്ഞാൽ ഒരു മിസൈൽ ഫയർ ചെയ്ത് കഴിയുമ്പോൾ ആ മിസൈൽ എവിടുന്ന് ഫയർ ചെയ്തു എന്ന് ശത്രുവിന് അറിയാനും സാധിക്കും. ആ ഒരു ഏരിയയിലേക്ക് ശത്രു ഫയർ ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗതി മാറ്റിക്കൊണ്ടാണ് വീണ്ടും ഇത് സെൽഫ് ഗൈഡ് ആയിട്ടുള്ള, ഓട്ടോമാറ്റിക്കലി ഗൈഡ് ആയിട്ടുള്ള സിസ്റ്റം എടുത്തുകൊണ്ട് ജാവലിൻ മിസൈൽ വേറൊരു ഗതിയിലൂടെ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മിസൈൽ ആണ് ജാവലിൻ മിസൈൽ. ഇത് അമേരിക്കയുടെയാണ്. T20 ഇന്റർനാഷണലിലെ ഹാട്രിക് നേടുന്ന ഇംഗ്ലണ്ടിൽ നിന്നുള്ള ആദ്യ ബൗളർ ആരാണ്? ക്രിസ് ജോർദാൻ. ഇന്നത്തെ സ്പോർട്സ് പേജിൽ വന്നിട്ടുള്ള വാർത്തയാണ്. അതായത് T20 ഇന്റർനാഷണലിലെ ക്രിസ് ജോർഡൻ ഇംഗ്ലണ്ടിന് വേണ്ടി ഇംഗ്ലണ്ടിൻ്റെ ആദ്യത്തെ ഒരു ബൗളർ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഹാട്രിക് നേടുന്ന ബൗളർ. ഈ കഴിഞ്ഞ ജൂൺ 23 ക്രിസ് ജോർഡൻ ആദ്യത്തെ ഇംഗ്ലീഷ് ബൗളർ ആയിട്ട് മാറിയിട്ടുള്ളത്. T20 ഇന്റർനാഷണലിൽ ഹാട്രിക് നേടുന്നത്. ഇന്നിപ്പോൾ T20 ഇന്റർനാഷണൽ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് വെസ്റ്റ് ഇൻഡീസിലും US-ലുമായിട്ട്. ഈ ഒരു മത്സരത്തിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് എതിരെയായിട്ട് ഇംഗ്ലണ്ടിൻ്റെ ക്രിസ് ജോർഡൻ ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിലുള്ള ആദ്യത്തെ ഒരു വ്യക്തിയാണ് ബ്രെറ്റ് ലീ. ഇന്റർനാഷണൽ ലെവലിൽ മത്സരത്തിൽ T20 ഇന്റർനാഷണലിൽ ആദ്യമായിട്ട് ഹാട്രിക് നേടുന്ന വ്യക്തിയാണ് ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള ബ്രെറ്റ് ലീ. ഇന്ത്യയുടെ ആണെങ്കിൽ ദീപക് ചഹാർ ആണ്. 20 ഓവറിന്റെ മത്സരത്തിൽ 19ാമത്തെ ഓവറിലാണ് ക്രിസ് ജോർഡൻ ഹാട്രിക് നേടുന്നത്. USA അലി ഖാൻ, നോസ്റ്റസ് കെൻജിഗെ, സൗരഭ് നേത്രാവൽക്കറിനെ ഔട്ടാക്കിക്കൊണ്ടാണ് ക്രിസ് ജോർഡൻ ഈ ഒരു ഹാട്രിക് നേടിയിട്ടുള്ളത്. 2024 ജൂൺ 25 മുതൽ 27 വരെ ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന 64ാമത്തെ ISO കൗൺസിൽ മീറ്റിംഗിലെ പ്രധാന ചർച്ചാ മേഖല ഏതാണ്? പഞ്ചസാര ജൈവ ഇന്ധന മേഖലയുടെ നിർണായക പ്രശ്നങ്ങൾ,
ദ ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഓഫ് ദി ഷുഗർ ആൻഡ് ബയോഫ്യൂവൽ സെക്ടർ. ISO എന്നാൽ ഇന്റർനാഷണൽ ഷുഗർ കൗൺസിൽ. ഏതാണ്ട് 30 രാജ്യങ്ങളിലെ ഡെലിഗേറ്റ്സ് ആണ് ISO കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയാണെങ്കിൽ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് കൺസ്യൂമർ ആണ് പഞ്ചസാരയുടെ കാര്യത്തിൽ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ഷുഗർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ. ഈ ഡെലിഗേറ്റ്സ് UP മുസഫർ നഗറിലുള്ള ഒരു ഡിസ്റ്റിലറി സന്ദർശിക്കുകയും അവിടുത്തെ ഇന്ത്യ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലേറ്റസ്റ്റ് ടെക്നോളജി ബയോഫ്യൂവൽസിലും ബൈ പ്രൊഡക്ട്സിലും അതിനെ കാണുന്നതിന് വേണ്ടി പഠിക്കുന്നതിന് വേണ്ടി സന്ദർശിക്കുന്നുണ്ട്. കൂടാതെ ഭാരത് മണ്ഡപം G20 മീറ്റിംഗ് നടന്നിട്ടുള്ള ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഷുഗർ ആൻഡ് ബയോഫ്യൂവൽസ് എമർജിംഗ് വിസാസ് എന്ന പേരുള്ള ഒരു വർക്ക്ഷോപ്പ് കൂടി പങ്കെടുക്കുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫേഴ്സിന്റെ ശ്രീ പ്രഹ്ലാദ് ജോഷിയാണ്. ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫേഴ്സ് ആണ് ശ്രീ പ്രഹ്ലാദ് ജോഷി. ISO എന്നാൽ ഇന്റർനാഷണൽ ഷുഗർ കൗൺസിൽ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനാശയങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായി 1 വീക്ക് 1 തീം എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ഏത് സംഘടനയാണ്? കൗൺസിൽ ഫോർ സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, CSIR. അതായത് കൗൺസിൽ ഫോർ സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ ഒരു പുതിയൊരു ക്യാമ്പയിൻ ആണ് 1 വീക്ക് 1 തീം എന്ന ക്യാമ്പയിൻ. ഈ ഒരു ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഡോക്ടർ ജിതേന്ദ്ര സിംഗ്, അതായത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് 1 വീക്ക് 1 തീം എന്ന ക്യാമ്പയിൻ 24 ജൂൺ, അതായത് ഇന്നലെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും പറയുമ്പോൾ ഈ ഒരു ക്യാമ്പയിന്റെ ഉദ്ദേശം സമാനമായിട്ടുള്ള പ്രൊജക്ടുകൾ പ്രവർത്തിക്കുന്ന എല്ലാ CSIR ലാബുകളുടെയും ശ്രമങ്ങൾ സമന്വയിപ്പിക്കുക എന്നതാണ്. അതുപോലെ തന്നെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നതുകൂടിയാണ് 1 വീക്ക് 1 തീം എന്ന ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. CSIR എന്നത് കൗൺസിൽ ഫോർ സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. ഇത് സ്ഥാപിതമായിട്ടുള്ളത് 1942 സെപ്റ്റംബർ 26 അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ CSIR എന്ന ഈ സ്ഥാപനം ആരംഭിച്ചിരുന്നു. 1942 സെപ്റ്റംബർ 26. CSIRന്റെ പ്രസിഡന്റ് ആണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ഏറ്റവും പുതിയ ഭേദഗതി പ്രകാരം വാടക ഗർഭധാരണങ്ങളിലൂടെ ജനിച്ച കുട്ടിയുടെ മാതാപിതാക്കൾക്ക് എത്ര ദിവസത്തെ പ്രസവാവധിയുണ്ട്? 180 ദിവസം. ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് സറോഗസി, വാടക ഗർഭധാരണം. ഇതിലൂടെ ജനിക്കുന്ന കുട്ടിയുടെ അമ്മയ്ക്ക് 180 ദിവസത്തെ മാറ്റർണിറ്റി ലീവ് ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ അച്ഛനാണെങ്കിൽ കമ്മീഷനിങ് ഫാദറിനാണെങ്കിൽ 15 ഡേയ്സിന്റെ ലീവും. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അമെൻമെന്റ് ആണ്. ഇത് പ്രകാരമാണ് 180 ഡേയ്സിന്റെ മാറ്റർണിറ്റി ലീവ് ത്രൂ സറോഗസി അതായത് വാടക ഗർഭധാരണത്തിലൂടെ ലഭിക്കുന്നത്. ഈ നിയമം ഭേദഗതി വരുത്തിയിട്ടുള്ളത് 1972 സെൻട്രൽ സിവിൽ സർവീസ് റൂൾസിന്റെയാണ്. ഇന്നലെ ജൂൺ 24 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, വേർ ഇസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ISRO? ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ഇതിന്റെ ഉത്തരം ബാംഗ്ലൂരു. ഒരുപക്ഷെ മിക്കവാറും നമ്മൾ ISROയുടെ വിക്ഷേപണം എല്ലാം കേൾക്കുന്നത് ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ് ആണ്. അതുകൊണ്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ വന്നേക്കാം. ISROയുടെ ഹെഡ് ക്വാർട്ടർ ആണ് ബാംഗ്ലൂരു. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടാനുള്ള പ്രമേയം ഏത് തീയതിയിലാണ് നിയമസഭ ഏകകണ്ഠമായി അംഗീകരിച്ചത്? 24 ജൂൺ 2024. ഇന്ത്യയിൽ ജാവലിൻ മിസൈലുകളുടെ സഹനിർമ്മാണത്തെക്കുറിച്ച് ഇന്ത്യ ഏത് രാജ്യവുമായി ചർച്ച ചെയ്തു? അമേരിക്ക. T20 ഹാട്രിക് നേടുന്ന ഇംഗ്ലണ്ടിൽ നിന്നുള്ള ആദ്യ ബൗളർ ആരാണ്? ക്രിസ് ജോർദാൻ. 2024 ജൂൺ 25 മുതൽ 27 വരെ ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന 64ാമത് ISO കൗൺസിൽ മീറ്റിംഗിലെ പ്രധാന ചർച്ചാ മേഖല ഏതാണ്? പഞ്ചസാര ജൈവ ഇന്ധന മേഖലയുടെ നിർണായക പ്രശ്നങ്ങൾ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനാശയങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായി 1 വീക്ക് 1 തീം എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ഏത് സംഘടനയാണ്? കൗൺസിൽ ഫോർ സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. ഏറ്റവും പുതിയ ഭേദഗതി പ്രകാരം വാടക ഗർഭധാരണത്തിലൂടെ ജനിച്ച കുട്ടിയുടെ മാതാപിതാക്കൾക്ക് എത്ര ദിവസത്തെ പ്രസവാവധിയുണ്ട്? 180 ദിവസം. ഇന്ന് ജൂൺ 25 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ഹൂ വിൽ ബി ഇന്ത്യസ് ഹെഡ് കോച്ച് ഇൻ ദ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആഫ്റ്റർ രാഹുൽ ദ്രാവിഡ്?
രാഹുൽ ദ്രാവിഡിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇന്ത്യയുടെ മുഖ്യ പരിശീലകൻ ആരായിരിക്കും? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷ അത് നമുക്കുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഓരോ പരീക്ഷകളും എവിടെയും നമുക്ക് നന്നായിട്ട് ശോഭിക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തു, തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.